ഹലോ, പിന്നത്തെ നമ്മുടെ റെസിപ്പി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ടീ കേക്ക് ചെയ്യുന്നത് പോലെയല്ല ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അലുമിനിയത്തിൻ്റെ. അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. എന്നിട്ട് അടിയിൽ മാത്രമാണല്ലോ കേട്ടോ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. സൈഡിൽ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് അടിയിൽ മാത്രമായിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എടുക്കുന്ന ബൗളിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ. മുട്ട ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ആ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ 1 മിനിറ്റിൻ്റെ താഴെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബീറ്റ് ചെയ്തത് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയാണ് കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ പൊടിക്കാതെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഇനി ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാതെ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലത്. അപ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുക. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ കേക്ക് ചെയ്യുന്നത്, ഓവനില്ലാതെ ചെയ്യുന്നതൊക്കെ മുന്നേ ചെയ്തതാണ് കേട്ടോ കേക്ക് റെസിപ്പിയൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക്, കേക്ക് റെസിപ്പീസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ലെങ്കിലും ഓവൻ ഇല്ലെങ്കിലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമ്മൾ ഓവനിലേക്കായും ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പഞ്ചസാര ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റായി ഇതുപോലെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു സോസ് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാലൊന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീ കേക്കിനൊക്കെ നല്ല ടേസ്റ്റ് കൂടാനുള്ള ഒരു സംഭവം കൂടെ ഇനി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം ബട്ടറാണ്, അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യാണെങ്കിൽ ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് പാൽ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നെയ്യും ബട്ടറും ഒന്നും ഇല്ലാത്തവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പാലിലേക്ക് ഒഴിച്ച് ചൂടാക്കി എടുക്കേണ്ട കേട്ടോ. നേരിട്ട് നമുക്ക് ബാറ്ററിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പാൽ മാത്രം ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാല് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതുപോലെ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പാലിൽ നിന്ന് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടറും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം, ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള പാലും കുറേശ്ശെ ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അതാണ് ഈ ഒരു കേക്കിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചറും, ആ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാനും ഇതുപോലെ ചൂടോട് കൂടി തന്നെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നിച്ച് കുത്തി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് മിക്സായി വന്നോളും. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറും ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അരിച്ചെടുത്തത് കാരണമാണ് കേട്ടോ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സാധാരണ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ അരിച്ചിട്ട് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കൂടെ ഈസിയാണ്. വേറെ നമുക്ക് ഒരു പാത്രം കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല. ഒറ്റ പാത്രത്തിലേക്ക് തന്നെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ബാച്ചും കൂടെ അരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചൂടുള്ള പാലും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.
ഇനി നമുക്ക് ലാസ്റ്റ് ബാച്ച് ഇത്രയും പൊടി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പിടാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് മധുരമുള്ള സാധനമാണെങ്കിലും നമ്മളൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടുക, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഓവനാണെങ്കിൽ ഓവന്, അല്ലെങ്കിൽ നമ്മളിനി കുക്കറിലാണെങ്കിൽ കുക്കർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഡ്ഡലി പാത്രത്തിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതായത് ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിടണം. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ഓരോരുത്തരും അത് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് കൺവെൻഷൻ ഓവനാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ബേക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ മാറ്റം വരും. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് ഈ കേക്ക് വെക്കുന്നത്. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് ബേക്കായിട്ട് വരും. അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിരുന്നു. പിന്നെ ഞാനൊരു 8 മിനിറ്റും കൂടെ കൂടുതലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കേക്കിൻ്റെ മുകൾ ഭാഗം വൈറ്റ് കളറിൽ തന്നെയായിരുന്നു കേട്ടോ നിന്നിരുന്നത്. അപ്പോൾ ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് ഒരു 8 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുകളിൽ കുറച്ചൊരു ബ്രൗൺ കളറിൽ നിൽക്കുമ്പോഴാണല്ലോ കേക്കിന് നല്ലൊരു ഭംഗി കിട്ടുന്നത്, പ്രത്യേകിച്ച് ഓവനിലൊക്കെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടിയിലുള്ള ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ മുകൾ ഭാഗമൊക്കെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഐസിംഗ് ഒക്കെ ചെയ്യണമെങ്കിലും ഈ ഒരു കേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ വെറുതെ കഴിക്കാൻ തന്നെയാണ് ഇത് ടേസ്റ്റ്. കാരണം ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും അല്ലെങ്കിൽ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ നമുക്ക് ഐസിംഗ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.